ഹായ് എവരിവൺ, ഇറ്റ്സ് മീ അഷ്റഫ് റിസ്വി. നാം നിത്യജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. അപ്പം അതിലൊക്കെ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാം, അല്ല എങ്ങനെ പ്രതികരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആങ്കർ, അല്ലേ? ദേഷ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന സ്വാഭാവികമായ ഒരു വികാരമാണ്. പക്ഷേ ആങ്കർ ഈസ് എ ഡെഡ്ലി ഇമോഷൻ എന്നാണ് പറയാ. അത് വളരെ ഡെഡ്ലി ആയ അപകടകരമായ ഒരു ഇമോഷനാണ് അത്. ആങ്കർ ഈസ് വൺ ലെറ്റർ ഷോർട്ട് ഓഫ് ഡേഞ്ചർ എന്നൊരു ചൊല്ലുണ്ട്. എന്താ ഡേഞ്ചർ എന്ന് ഒരു അക്ഷരം മാത്രമേ കുറവുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ അല്ലേ, ഡി കണ്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഡേഞ്ചറിൽ ഡി മാറ്റിക്കഴിഞ്ഞാൽ ആങ്കറായി. അപ്പൊ അങ്ങനെ ഉള്ളൊരു വികാരമാണിത്. എന്നാൽ അത് മോശമായ ഒരു വികാരമല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, എന്നാൽ അത് മാറ്റിയെടുത്തേണ്ട സമയത്ത് മാറ്റിയെടുത്തുകയും വേണം. ഇങ്ങനെയുള്ള ഒരു ഇമോഷനാണ് വാസ്തവത്തിൽ ഈ ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആങ്കർ ഉണ്ടാവുന്നതിന് വളരെയധികം കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് 3 തരം ആങ്കർ ഉണ്ട് എന്നാണ് പറയാം. ഒന്ന് നമ്മൾ വൈറ്റ് ആങ്കർ എന്നാണ് പറയാം. എന്താ, വെളുത്ത ദേഷ്യം, അല്ലെ? മലയാളത്തിൽ പറയുമ്പോൾ വെളുത്ത ദേഷ്യം. എന്താണ് ഈ വെളുത്ത ദേഷ്യം എന്ന് പറയുന്നത്? നമ്മൾ ദേഷ്യപ്പെടാതെ ദേഷ്യപ്പെടുന്നതിനാണ് വൈറ്റ് ആങ്കർ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്, അല്ലേ? അവരോട് എങ്ങനെ നമ്മൾ ദേഷ്യപ്പെടുക? ചിരിച്ചുകൊണ്ടാവും ദേഷ്യപ്പെടുക, അല്ലേ? അപ്പോൾ എടാ കള്ളാ, നീ അത് ചെയ്തു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ശൈലിയിലായിരിക്കും നമ്മൾ അവരുടെ ഇടപെടൽ ഉണ്ടാവുക, അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ വൈറ്റ് ആങ്കർ എന്ന് പറയുന്നത്. അത് വലിയ പ്രശ്നമില്ലാത്തൊരു സംഗതിയാണ്. രണ്ടാമത്തെ ആങ്കർ എന്ന് പറയുന്നത് റെഡ് ആങ്കർ ആണ്. റെഡ് ആങ്കർ എന്ന് പറഞ്ഞാൽ നാം നമ്മളോട് തന്നെ കാണിക്കുന്ന ദേഷ്യത്തിനെയാണ് റെഡ് ആങ്കർ എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് വളരെ അപകടകരമായ ഒരു ദേഷ്യമാണ്. ഇത് നമ്മൾ അടക്കി വെക്കുകയാണ് ചെയ്യുക. നമ്മളോട് കാണിക്കുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല സാധനങ്ങൾ ചവിട്ടി പൊട്ടിക്കുകയും നഞ്ഞത്തടിക്കുകയും അങ്ങനെ തലമുടി പിടിച്ച് കീറുക, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു രീതിയാണ് ഈ റെഡ് ആങ്കർ എന്ന് പറയുന്നത്. അത് ദോഷകരമാണ്. അതോടൊപ്പം ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആങ്കർ ആണ്. അതായത് നമ്മുടെ മറ്റുള്ളവരോട് കാണിക്കുന്ന ദേഷ്യം, ഇതാണ് ബ്ലാക്ക് ആങ്കർ എന്ന് പറയാം. അത് വളരെ അപകടകരമാണ്. കാരണം നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ അവസാനം പറഞ്ഞ 2 കാര്യങ്ങളാണ് കൂടുതലായും നമുക്ക് എന്തുണ്ടാവുക, ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അപ്പോ ഈ ദേഷ്യം തന്നെ 2 രൂപത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്, അല്ലെ? ഒന്ന് എന്ത് ചെയ്യും, എക്സ്പ്രസ്, അല്ലെ? ദേഷ്യം പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ നമ്മൾ സപ്രസ് എന്ന് പറയും, അത് അടക്കി ഒതുക്കി വെക്കുക. ഈ 2 രീതിയിലാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുക. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും എന്താണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് വാസ്തവത്തിൽ എന്ത് സംഭവിക്കുക, ഈ ദേഷ്യത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നാം സംസാരിക്കുന്ന, ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷ വളരെ നന്നാവുക. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ഏറ്റവും മോശം ഭാഷ പുറത്തു വരുന്ന എപ്പോഴാ, ദേഷ്യപ്പെടുമ്പോഴാണ്. ദേഷ്യപ്പെടുമ്പോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വരുന്നവർക്ക് എന്ത് ചെയ്യും, സെൻസർ ചെയ്യേണ്ട ഗതി സാധനങ്ങളാവും വരുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവും. അപ്പോഴെന്ത് വേണം, ഈ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സെൻസർ ചെയ്ത് പറയാം. അതായത് നല്ല ഭാഷ ഉപയോഗിക്കുക. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സപ്രസ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ പുതിയ പഠനം പറയുന്നത് നമ്മുടെ ദേഷ്യവും അതുപോലെ തന്നെ ഈ അസൂയൊക്കെ ഉള്ളവർക്ക് ക്യാൻസർ വരെ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. വളരെ അപകടകരമായ ഒരു കാര്യമാണത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഈ ആങ്കർ മാനേജ്മെന്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇനി ആങ്കറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? ആ കാരണങ്ങൾ കൂടാതെ തന്നെ അതെന്തൊക്കെ ഫലങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്തൊക്കെ വളരെയധികം മാർഗങ്ങൾ, ഈ ആങ്കർ മാനേജ് ചെയ്യാനുള്ള വളരെയധികം മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ആങ്കർ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആങ്കർ ഇല്ലാതാക്കി കളയുന്ന ചില ഭക്ഷണമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബനാന, അല്ലെ? നേന്ത്രപ്പഴം. അതില് ട്രിപ്റ്റോഫാൻ എന്നൊരു ഹോർമോൺ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയാം. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് സെറോട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഹാപ്പി ഹോർമോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഈ സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയുള്ള ഡോപ്പമിൻ തുടങ്ങിയുള്ള ഹോർമോണുകൾക്കാണ് ഹാപ്പി ഹോർമോൺ എന്നാണ് പറയാം.
അപ്പോൾ ആ ഹാപ്പി ഹോർമോണായ ഈ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം വരുന്ന വഴി നമ്മുടെ ഈ ആങ്കർ സ്വാഭാവികമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ബനാനയെ കുറിച്ച് ധാരണ പറയാം ഹാപ്പി ഫ്രൂട്ട്സ് ആണ് പറയാം. അപ്പോൾ ദിവസത്തിൽ ഒരു ബനാന നാം സ്ഥിരം കഴിക്കുകയാണെങ്കിൽ, നല്ല ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും അവരത് കുറച്ച് കൊണ്ടുവരാൻ എന്ത് ചെയ്യും സാധിക്കും. ഇങ്ങനെ വളരെയധികം ഭക്ഷണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ഈ ആങ്കർ മാനേജ്മെന്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഏതെല്ലാം വസ്തുക്കൾ കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൊല്യൂഷൻസ്, ഈ ആങ്കർ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് വളരെയധികം മാർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കോഴ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമുക്കറിയാലോ കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ പകുതിയും ദേഷ്യം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ആ ദേഷ്യം നമുക്ക് എങ്ങനെ അടക്കി നിർത്താം, നമ്മുടെ പരിധിയിലേക്ക് എങ്ങനെ അവനെ കൊണ്ടുവരാം, നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ദേഷ്യം കൊണ്ട് ഇനിയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം. അത് അതിനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ആങ്കർ മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ്. ഇനി മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ടെൻഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ പല പേരുകൾ അറിയപ്പെടും. അതൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ, ഓരോന്നും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ളതാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ സ്ട്രെസ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ആ സ്ട്രെസ് ആയ ഒരു വ്യക്തി ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയും, അല്ലെ? ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വളരെയധികം അസുഖങ്ങൾ ഉണ്ട് നമുക്ക് തോന്നാം. ഉദാഹരണം പറയാം, എൻ്റെ കയ്യിൽ നല്ല വേദനയുണ്ട്, പക്ഷെ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അവർ സ്കാൻ ചെയ്തു, മറ്റെല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തിയാലും നമ്മുടെ വേദന ഒന്നും കാണില്ല. അപ്പൊ ഇവര് നമ്മോടൊപ്പം വന്ന ആളെ വിളിച്ചിട്ട് എന്താ പറയാ, അത് അഭിനയിക്കണം, പ്രശ്നമൊന്നുമില്ല. ഇത് അവര് കേൾക്കുമ്പോൾ അവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ട്, എന്താണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് എന്താണ്, വളരെയധികം വേദന അനുഭവപ്പെടുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം വാസ്തവത്തിൽ എന്താണ്, ഈ സ്ട്രെസ്സാണ്. അത് വളരെ മാത്രം പെപ്റ്റിക് അൾസർ തുടങ്ങി കുറേ അധികം അസുഖങ്ങൾ, ഒരു ലോഡ് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രെസ് മൂലം നമുക്ക് ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ ഈ കോഴ്സിൽ, ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ കോഴ്സിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡറിന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, കേരളത്തിൽ പ്രത്യേകിച്ചും. ഇപ്പോൾ ഞാൻ ഒരു അനുഭവം പറയാം. ഞങ്ങൾ മുമ്പ് കോഴിക്കോട് തന്നെ, അപ്പോൾ കോഴിക്കോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോട് നിന്ന് തൊട്ടടുത്തൊരു മലോറം എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് ട്രെയിനേഴ്സ് കൂടിയിട്ട് ഒരു ട്രെയിൻമെന്റ് എന്നുള്ള ലെവലിൽ ഒരു സ്ഥലത്ത് പോകണ്ടേ. അപ്പൊ അവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വൈകുന്നേരത്തെ ചായ ഞങ്ങൾക്ക് അവിടെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞാൽ 10-15 വർഷങ്ങളായിട്ട് അവൾക്ക് ശരീരത്തിന് പല ഭാഗത്തും വേദനയാണ്. ഞാൻ കുറേ ഡോക്ടർമാരെ കാണിച്ചു, വളരെയധികം ആൾക്കാരെ കൺസൾട്ട് ചെയ്തു, എന്നിട്ടും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ, നിങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യുന്ന ടീമുകളാണല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അതിന് മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ നമുക്കൊന്ന് നോക്കി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും കൂടെ ഇരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഈ സ്ത്രീ വന്നു. അപ്പൊ അവരെങ്ങനെ നോക്കിയിട്ട്, നിങ്ങളുടെ കൈയൊന്നും നീട്ടുമെന്ന് തോന്നുള്ളൂ. അങ്ങനെ അവർ കൈ നീട്ടി, അദ്ദേഹം ആ കൈയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ വളരെയധികം വേദന അനുഭവിക്കുന്ന ആളാണ് അല്ലേ, നല്ല വേദന നിങ്ങൾക്കുണ്ടല്ലോ, ഈ ഞരമ്പുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വഴിക്ക് ആ സ്ത്രീ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിരുന്നത്, ഞാൻ എത്ര ഇത് കണ്ടതാ, ഇനി അതിലും വലുതല്ലേ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നിരുന്ന ആള് ഇത് പറഞ്ഞുകൂടി ഉടനെ ഇങ്ങനെ വരുന്നു, സാറിനത് മനസ്സിലായില്ലേ, എനിക്ക് വേദന ഉണ്ടെന്ന് സാറിന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾക്ക് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടല്ലോ, അതെനിക്ക് തൊടുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ആ സ്ത്രീ പറയുന്നത്, എൻ്റെ സാറേ ഞാൻ വർഷങ്ങളായിട്ട് ഇത് പറയുന്നതാണ്, പക്ഷെ ഇവർക്ക് ആർക്കും, ഡോക്ടേഴ്സിന് ആർക്കും ഇതുവരെ അത് മനസ്സിലായിട്ടില്ല, സാറാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത് ഇത് കണ്ടുപിടിച്ചത്, വളരെയധികം നന്ദിയുണ്ട് കേട്ടോ സാറേ എന്ന് എന്ത് ചെയ്തു അവർ പറയാം. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടി തരുമെന്ന് പറഞ്ഞു, കയ്യൊന്ന് നീർത്തു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കൈ നിർത്തിയാൽ കൈയുടെ പിടിച്ചിട്ട് വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ കിടക്കുന്നുണ്ട്, ആ വിഷമങ്ങളാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ചില വ്യക്തികളോടും ചില കാര്യങ്ങളോടും ഒക്കെ നിങ്ങൾക്ക് കടുത്ത ദേഷ്യവും
അതുപോലെ തന്നെ ശക്തമായ അമർഷവും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് കാരണം. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പിന്നിലേക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതല്ലേ അതിൻ്റെയൊക്കെ അതാണ് ഞാൻ ഇതിന്റെ കാരണമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പെട്ടെന്നാണ് കരഞ്ഞിട്ട് പറഞ്ഞു, ശരിയാ സാറേ, എനിക്ക് ചില വ്യക്തികളോട് തീർത്താൽ തീരാത്ത ദേഷ്യവും പകയൊക്കെ ഉണ്ട്. എനിക്ക് എന്ത് ചെയ്തിട്ട് എനിക്കത് മാറ്റാൻ കഴിയണില്ല. അത് നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം ഈ സ്ട്രെസ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. തെറാപ്പികളൊക്കെ ചെയ്തു. വീണ്ടും ഒരു മാസത്തിന് ശേഷം നമ്മുടെ ഈ സാറിനെ വിളിച്ച് പറഞ്ഞു, സാറേ, നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ കണ്ട ആ ഒരു വ്യക്തിയില്ലേ, അവരിപ്പോൾ വളരെ ഉഷാറായിട്ടുണ്ട്. ഇത്ര വർഷങ്ങൾ ചെയ്തിട്ട് കിട്ടാത്തൊരു ഫലം ഇപ്പൊ പെട്ടെന്ന് ആ ചെറിയ കാര്യങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം, എൻ്റെ സുഹൃത്ത്, വളരെ സന്തോഷത്തോടെ എന്നെ വിളിച്ചു, നമുക്ക് വീണ്ടും ഒന്ന് കൂടാം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടോ, നമ്മൾ ആലോചിക്കും, ഇവിടെ ഈ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതൊന്നും മറ്റു ഡോക്ടേഴ്സിന് ഇപ്പൊ ടെസ്റ്റുകളോ സ്കാനിങ്ങോ, MRI സ്കാനിങ്ങോ അല്ലെങ്കിൽ CT സ്കാൻ, എന്ത് സ്കാൻ ചെയ്താലും മനസ്സിലാകാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നതാണ് ഉണ്ടാവുന്നതാണ്. ഇവിടെയും നമ്മൾ പറയുന്നു, ഈ സ്ട്രെസ് മാറ്റാനുള്ള ശാസ്ത്രീയ മനഃശാസ്ത്ര മാർഗങ്ങളാണ് നമ്മൾ ഇതിൽ കുറെ പറയുന്നത്. സൂപ്പർ ഇമ്പോസ് ടെക്നിക്സ്, അതുപോലെ തന്നെ ഗൈഡഡ് ഇമാജിനറി ടെക്നിക്ക് തുടങ്ങി കുറെ ടെക്നിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രെസ് കൈകാര്യം ചെയ്യാനുള്ള കുറെ മാർഗങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങളും എന്തൊക്കെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതും, അതുപോലെ ഇതിന്റെ അനന്തരഫലങ്ങൾ എന്താണ്, അപ്പൊ എങ്ങനെ നമുക്ക് ഇന്ന് മാറി നിൽക്കാം തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു ഹ്രസ്വമായ കോഴ്സ് ആണെങ്കിൽ പോലും അതിൽ വളരെയധികം കാര്യങ്ങൾ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റൊരു കോഴ്സ് നമ്മൾ ഇതിൽ പറയുന്നത് എന്താണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഹൗ ടു അട്രാക്ട് എനിവൺ, അല്ലെ, ആരെയും ഏത് വ്യക്തിയെയും എങ്ങനെ നമുക്ക് ആകർഷിക്കാം, അപ്പോൾ ഹൗ ടു ഇൻഫ്ലുവൻസ്, അല്ലെ, ഓരോ വ്യക്തികളിലും നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ഒരു കോഴ്സാണ് ഈ മൂന്നാമത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് വളരെ ഒരു ആളെ നമുക്ക് എങ്ങനെ നമ്മുടെ ആളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അതിന് വരുന്ന രൂപത്തിലുള്ള ഒരു സോഫൺ ടെക്നിക്ക് ഉണ്ട്, SOFTEN, സോഫൺ ടെക്നിക്ക് എന്ന് പറയും. അത് അതിൽ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളാണ് അതിൽ പറയാം. ഉദാഹരണം പറയുന്നത് സ്മൈൽ, അല്ലെ, S ഫോർ സ്മൈലാണ്. അപ്പോൾ ഒരു ചിരിക്ക് നമുക്ക് വളരെയധികം ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, അല്ലെ. ചിരി എന്ന് പറയുമ്പോൾ വളരെ രസകരമായി വളരെയധികം ചിരികളുണ്ട്. ഈ ചിരികൾ മറ്റുള്ളവരിൽ വളരെയധികം എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്, അല്ലെ. ഇപ്പോൾ സാറ് പറഞ്ഞ സ്മൈൽ ഈസ് എ കണ്ടാജിനിയസ് വൺ എന്ന് സാറ് പറയാം. സ്മൈൽ എന്താണ്, ഒരു പകർച്ചവ്യാധിയാണെന്നാണ്, അല്ലെ. അപ്പൊ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ആ ചിരി ഇങ്ങനെ പടർന്നിങ്ങനെ പോവും, എല്ലാവരിലേക്കും എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്, അല്ലെ. സ്മൈൽ ജനറേറ്റ് സ്മൈൽ എന്നാണ്. എപ്പോഴും ഒരു ചിരി എന്തുണ്ടാക്കും, മറ്റൊരു ചിരി ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ ഒരു രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ 1950 കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ചിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾ സ്ഥിരമായിട്ട് ഓരോ ദിവസവും 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ചിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വെറും 5 മിനിറ്റ് ആയിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറെ അസുഖങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഈ ചിരിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് മൊത്തം നമ്മുടെ ശരീരത്തെ എനർജൈസ് ചെയ്യും, അല്ലെ. നല്ല ഒരു എനർജി നമുക്ക് കിട്ടും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു പീറ്റർ ഡോസ്കോച്ച് എന്നൊരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹം സൈക്കോളജി ടുഡേ എന്നൊരു ഗ്രന്ഥമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്, വളരെ ആധികാരികമാണ്. അതിൽ എഴുതിയൊരു ലേഖനത്തിൽ ഇദ്ദേഹം പറയുന്നത്, നാം ചിരിക്കുമ്പോൾ വേദനാസംഹാരിയായ എൻഡോർഫിൻ, അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ എന്നുള്ളത്. അപ്പൊ ഈ എൻഡോർഫിൻ സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ്, വേദനാ സംഹാരിയാണ്. അപ്പോൾ ഈ ചിരി സംഭവിക്കുമ്പോൾ എന്താണ്, ഈ എൻഡോർഫിനും ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുവഴി നമ്മുടെ ശരീരത്തിൽ മൊത്തം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ശരീരം മൊത്തം ഒരു എനർജൈസ് ആകുന്നു, നല്ല ഉന്മേഷം സംഭവിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എന്ത് ചെയ്യുന്നു, റിലീവ് ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം
അഗ്രഹത്തിലൂടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സോഫൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞോളൂ, അതായത് എസിന്റെ സ്മൈലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ബാക്കി കുറെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഇത് ഒരു ടെക്നിക്കാണ്. അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെ, ഇതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സാധാരണഗതിയിൽ ഈ സ്മൈൽ തന്നെ നമുക്ക് പറയാം. ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ ഒരിക്കലും നമ്മൾ നന്നായിട്ട് ചിരിക്കരുതെന്നാണ് പറയാം. എന്താ ഒരു ഫ്ലഡിങ് സ്മൈൽ എന്നൊരു ഇത് സൈക്കോളജി പറയുന്നുണ്ട്. ഫ്ലഡിങ് സ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം, അയാൾ നല്ലോണം ചിരിക്കരുത്. കാരണം നല്ലോണം ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബ്രെയിൻ എന്താ മനസ്സിലാക്കുക, ഒരു പരിചയമില്ലാത്ത ഇയാള് എന്തിനാണ് ഇങ്ങനെ ഒരു ചിരി, അതിൽ എന്തോ കാര്യം കിടക്കുന്നുണ്ട്, ഇയാൾക്ക് എന്നെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട് എന്നൊരു തോന്നൽ ആർക്ക് വരും, സ്വാഭാവികമായിട്ട് അയാളുടെ ബ്രെയിനിൽ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സാധാ ഒരു ചെറിയ സ്മൈല് വരെ ഒരു ഇളിയായിട്ട് മാറരുത് എന്നിട്ട് ഇങ്ങനെ അല്ലേ, സൈക്കിളിൽ നിന്ന് ചിരി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ആവരുത്. നല്ലൊരു ചെറിയൊരു സ്മൈൽ മാത്രം. പിന്നീട് നമ്മൾ അയാളെ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് ചിരിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, സ്മൈലിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെ തുടങ്ങി ആ ഓഫൺ ടെക്നിക്കൽ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ഇത് പറയുന്നത്. അത് എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്കാണ് ഇത്. സോ അത് ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥി മേഖലയിലാണെങ്കിലും കൂടെ, ഫാമിലി മേഖലയിലാകട്ടെ, പാരന്റിങ് തുടങ്ങിയ എല്ലാ വിഷയത്തിലും ഈ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്ത്, ഈ ടെക്നിക്ക്. ഇതുപോലെയുള്ള കുറെ ടെക്നിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യർ വെറുക്കുന്ന ബോഡി ലാംഗ്വേജസ് എന്തൊക്കെയാണ് അറിയാലോ. ചില ബോഡി ലാംഗ്വേജസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലത് നമ്മളുടെ ശൈലിയാണെങ്കിൽ പോലും അത് വരുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്ന വേറെ രൂപത്തിലായിരിക്കും. ഇപ്പൊ ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് തന്നെ കൈ കെട്ടിന്ന് സംസാരിക്കാറുണ്ട് അല്ലെ, അത് അയാളുടെ ശൈലി ആയിരിക്കാം. പക്ഷെ ഈ കൈ കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ്, ഇത് ക്രോസ്ഡ് ആണ് അല്ലെ. അപ്പോൾ ഇത് ക്രോസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതുകൊണ്ട് ഉപയോഗിക്കുക. അപ്പൊ എന്താണ്, ഇദ്ദേഹം ഒരു കാര്യം എന്നോട് തുറന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നാണ് ആ ബ്രെയിനിലേക്ക് പോകുന്ന മെസ്സേജ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, സ്വാഭാവികമായിട്ട് നമ്മൾ ആ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ തുടങ്ങി വളരെ അധികം കാര്യങ്ങൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് എങ്ങനെ നല്ലൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത് ഈ കോഴ്സിലും പറയുന്നത്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നമുക്ക് വളരെ ഉപകാരപ്രദമായ, ഇതിപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, 100-ലധികം കോഴ്സുകളും അതുപോലെ തന്നെ വിഷയങ്ങളും, വളരെയധികം വിഷയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്, SCRT എന്നുള്ള ഇതിന്റെ ഈ കോഴ്സുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങളുടെ കരിയറിനും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനും തുടങ്ങിയ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന വളരെയധികം കോഴ്സുകൾ നമ്മുടെ ഇതിൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള ലെവലിൽ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് ഇവയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന കോഴ്സുകളാണ് ഇതിലുള്ളത്. അവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സി